നമ്മുടെയൊക്കെ ഒരു കേന്ദ്രം നമ്മുടെ വീടാണല്ലോ. വീട്ടിലുള്ള സമാധാനവും വീട്ടിലുള്ള സന്തോഷവും വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട ആത്മീയ ഊർജവുമൊക്കെ പൂർണ്ണമായും കിട്ടുന്ന വിധത്തിലാവണം നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏതൊരു കുട്ടിയും മറ്റാരെയും പരിചയപ്പെടുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് അവൻ അറിയുന്നത്, പരിചയപ്പെടുന്നത് അവനാന്റെ വീട്ടിലുള്ളവരെയാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ മറ്റെവിടുന്ന് കുട്ടിക്കുണ്ടാകുന്നതിൻ്റെയും മുന്നോടിയായി സ്വന്തം വീട്ടിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് വീട്ടിലെ അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം സമ്പൂർണ്ണ സന്തോഷത്തിലാവണം. എൻ്റെ വീട് അതൊരു സന്തോഷമുള്ള, റാഹത്തുള്ള വീടാവണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. അങ്ങനെ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കുകയും അതിനാവശ്യമായ സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ആ നിലയിൽ സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സമൂഹത്തിലെ സന്തോഷങ്ങൾ കുടുംബത്തിലെ സന്തോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. കുടുംബം, സമൂഹം തമ്മിലുള്ള ബന്ധം നൂലും തുണിയും തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ പറയുന്നത് ഗൗരവമായി ശ്രദ്ധിക്കണം. സമൂഹവും കുടുംബവും തമ്മിലുള്ള ബന്ധം നൂലും വസ്ത്രവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഒരുപാട് നൂലുകൾ ചേർന്നതാണ് നമ്മുടെ വസ്ത്രങ്ങൾ. ഈ നൂലുകൾ പൊട്ടുമ്പോഴാണ് വസ്ത്രത്തിന് കീറലുണ്ടാകുന്നത്, വസ്ത്രം കേടുവരുന്നത്. അപ്പോൾ സമൂഹമെന്ന വലിയ ഒരു തുറ, അതിലെ ചെറിയ ചെറിയ ഓരോ യൂണിറ്റുകളാണ് ഓരോ കുടുംബങ്ങളും. ആ കുടുംബങ്ങളുടെ നന്മയാണ് സമൂഹത്തിൻ്റെ നന്മ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷം ലഭ്യമാവുന്ന കുടുംബജീവിതമാവണം നമ്മുടേത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ വിശ്വാസികളുടെ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അത് പഠിച്ചില്ലേ? ആ ദുആ പഠിച്ചിട്ടില്ലേ? പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ പ്രാർത്ഥനയാണ്. അവർ ഈ ദുആ നിരന്തരം ചെയ്യുന്നവരാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ, നിന്റെ ഔദാര്യമായി നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിലൂടെ, തുണകളിലൂടെ, സന്താനങ്ങളിലൂടെ നൽകണം. എന്തു നൽകണം? എന്താ നൽകേണ്ടത്? ഖുർറത അയുൻ, സന്തോഷം വേണം, കൺകുളിർമ വേണം, മനസ്സിന് സമാധാനമുണ്ടാകണം. ഇലാഹായ റബ്ബേ, തൗഫീഖ് നൽകണമേ അല്ലാ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഇണയിലൂടെ, തുണയിലൂടെ, സന്താനങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട സന്തോഷം എവിടെയൊക്കെയാണത് കിട്ടേണ്ടത്? എവിടെയൊക്കെയാ കിട്ടേണ്ടത്? സഹോദരാ, സഹോദരി, കേവലം ദുനിയാവിൽ മാത്രമുള്ള സന്തോഷമല്ല, ദുനിയാവിലും ആഖിറത്തിലുമുള്ള സന്തോഷമാവണം. ഭാര്യക്ക് ഭർത്താവിനെ കൊണ്ട് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും സന്തോഷമുണ്ടാവണം. ഭർത്താവിൻ്റെ ഭാര്യയെ കൊണ്ട് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും സന്തോഷം വേണം. മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ദുനിയാവിൽ മാത്രം ആശ്വാസമുണ്ടായാൽ പോരാ, ആ മക്കളെ കൊണ്ട് നാളെ ഖബറിൽ കിടക്കുമ്പോഴും സന്തോഷമുണ്ടാകണം.
ഇങ്ങനെ എല്ലായിടത്തുമുള്ള വിശാലമായ സന്തോഷമാണ് ഇണയിലൂടെ, തുണയിലൂടെ, മക്കളിലൂടെ, ബാപ്പയിലൂടെ, ഉമ്മയിലൂടെ ലഭിക്കേണ്ടത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ദുനിയാവിന്റെ മാത്രം സന്തോഷം നോക്കിയാൽ ചിലപ്പോൾ അത് ആഖിറത്തിലേക്ക് ദുഃഖമായിരിക്കും. അങ്ങനെ ആഖിറത്തിൽ ദുഃഖമാകുന്ന തരത്തിൽ ദുനിയാവിന്റെ സന്തോഷം റബ്ബേ അത് നമുക്ക് വേണ്ട. കാരണം പരലോകം വല്ലാഖിറതു ഖൈറു വഅബ്ഖാ, എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറുള്ളതും ആഖിറമാണ്. ആഖിറം അവസാനിക്കാത്ത ലോകമാണ്. ആ ലോകത്തെ നാശവും നഷ്ടവും പരാജയവും വരുത്തിവെച്ച് ഈ ദുനിയാവിൽ കുടുംബപരമായൊരു സന്തോഷം വേണ്ട. അതുകൊണ്ട് ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, മക്കളിലൂടെ ലഭിക്കുന്ന സന്തോഷം ഒന്ന് ഫിദ്ദുനിയാ, ഒന്ന് ദുനിയാവിൽ സന്തോഷം കിട്ടണം. ആ സന്തോഷം കിട്ടാത്ത ഒരുപാട് ഭാര്യമാരില്ലേ? ഭർത്താവിനെ കൊണ്ട് സന്തോഷം കിട്ടാത്ത ഭാര്യമാരുണ്ട്. ഭാര്യയെ കൊണ്ട് സന്തോഷം ലഭിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. മക്കളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. സങ്കടം പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ മക്കളെ കുറിച്ച് വേദനയോടുകൂടെ സങ്കടം പറയാറുണ്ട്. മകൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പേടിയാണെന്ന് പറയുന്ന ഉമ്മ, അത് പറയുന്ന ഉപ്പ, എന്താണ് റബ്ബേ ആ വീട്ടിലേക്കൊരു സാഹചര്യം നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു സന്തോഷം ഒന്ന് ഫിദ്ദുനിയാ, ദുനിയാവിലുണ്ടാകണം. പ്രത്യേകിച്ച് മരണത്തിന്റെ ഘട്ടത്തിൽ. അതാണ് വിഷയം. മരണത്തിന്റെ ഘട്ടത്തിൽ സന്തോഷം ഉണ്ടാവണം. അതെങ്ങനെ? ഭാര്യയെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മക്കളെ കൊണ്ടൊക്കെ മരണഘട്ടത്തിൽ സന്തോഷം ഉണ്ടാവുക? ഒരാൾക്ക് ഉറപ്പായി, ഇതാ ഞാൻ മരണപ്പെടാനടുത്തിരിക്കുന്നു, ഇതാ എൻ്റെ കാലിൽ നിന്ന് വേദന തുടങ്ങിയല്ലാ. ഇതൊരു സാധാരണ വേദനയല്ല. ഈ വേദന ഇതെന്റെ അവസാന നിമിഷത്തിന്റെ അടയാളമാണ്. ഇതെന്റെ മരണവേദനയാണ്. ഞാൻ മരണപ്പെടുകയാണ്. 100% അത് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്കൊക്കെ. അല്ലാഹുവേ, റബ്ബേ, പടച്ചോനെ, ഇതാ ഈ വേദന ഇത് മറ്റൊന്നുമല്ല, ഇതെന്റെ മരണവേദന തന്നെയാണ്. ഇതാ ഞാൻ മരിക്കാണ്, ഇനി എൻ്റെ ലോകം വേറെയാണ്. അത് 100% നമുക്കൊക്കെ ബോധ്യപ്പെടുന്നൊരു സമയം വരാനില്ലേ? അല്ലാഹുവേ, അല്ലാഹു ആ സമയം സന്തോഷത്തിന്റെ സമയമാക്കി തരട്ടെ. നിങ്ങളൊന്ന് വേണ്ടിയിട്ട് ആമീൻ പറയണേ. ആ സമയം അല്ലാഹു സന്തോഷത്തിന്റെ സമയമാക്കി തരട്ടെ. അല്ലാഹു ആ സമയം എല്ലാ തരത്തിലുള്ള റാഹത്തും സന്തോഷവും സമാധാനവും കിട്ടുന്ന സമയമാക്കട്ടെ. അങ്ങനെ മരണത്തിന്റെ വേദന തുടങ്ങി. ഞാൻ മരണപ്പെടുകയാണെന്നുറപ്പായി. ആ സമയത്ത് പിന്നീട് ചിന്ത ഏകാഗ്രതയുടെ ഖബറിനെ കുറിച്ചാണ്. ഏകാന്തതയുടെ ഖബറിനെ കുറിച്ചുള്ള ആലോചനയായി. ആ സമയത്ത് വല്ലാത്തൊരു വെപ്രാളം മനുഷ്യരെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഖബറിന്റെ ആദ്യ രാത്രിയും ആ ഖബറിന്റെ അവസ്ഥാവിശേഷങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കുക. സ്വന്തം തനിച്ചു വീരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. സ്വന്തം തനിച്ചു വീരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. അങ്ങനെ നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരുമല്ലോ. ആ ഒരു ചിന്ത മനുഷ്യരെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അപ്പോഴാണ് ചില മാലാഖമാർ നമ്മളെ സമീപിച്ചിട്ട് പറയും, ഭയപ്പെടണ്ട, ബേജാറാവണ്ട. എന്തിനാ സഹോദരാ നീ ഭയപ്പെടുന്നത്? എന്തിനാണ് സഹോദരി ഭയപ്പെടുന്നത്? ഇതാ നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ ഇവിടെയുണ്ട്, നിന്റെ മക്കൾ ഇവിടെയുണ്ട്. നീ ഖബറിലെത്തിയാലും ഖബറിന്റെ ആശ്വാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. പിന്നെന്തിനാ നീ പേടിക്കുന്നത്?
വാപ്പ മരിക്കാൻ നേരത്ത് ബേജാറായി വെപ്രാളപ്പെട്ടു. ഇനി എൻ്റെ ഖബറിൽ ഞാൻ തനിച്ചാണല്ലോ എന്ന ചിന്തയിൽ അസ്വസ്ഥനാകുമ്പോൾ മലക്ക് വന്നിട്ട് പറയാ, നിങ്ങൾ എന്തിനാ ബേജാറാവണേ? നിങ്ങളെ ഭാര്യ ഇവിടെ അല്ലേ, നിങ്ങളെ മക്കൾ ഇവിടെ അല്ലേ? അവരൊക്കെ നിങ്ങൾ മരണപ്പെട്ട് ഖബറിലെത്തിയാലും ഖബറിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് മലക്കിന്റെ വാക്കാണല്ലോ ഇത് ഇയാൾക്ക് വല്ലാത്ത ഒരു ആശ്വാസമാകും, വല്ലാത്തൊരു സന്തോഷമാകും. അള്ളാഹു നമ്മുടെ ഭാര്യയെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരെയും ഒക്കെ ആ നിലയിൽ നമ്മൾ ഖബറിലെത്തിയാലും ഉപകരിക്കുന്നവരാക്കി മാറ്റട്ടെ. അള്ളാഹു ആ സന്തോഷം നമുക്ക് നൽകട്ടെ. നമ്മളൊക്കെ മരിച്ച് ഖബറിലെത്തിയാലും പടച്ചോനെ, എൻ്റെ വാപ്പയാണത്, എൻ്റെ ഉമ്മയാണത്, എൻ്റെ ഭർത്താവാണത്, എൻ്റെ ഭാര്യയാണത്, ഒരു ദിവസം പോലും നമ്മളെ മറക്കാതെ ഖബറിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓതി ഹദിയ ചെയ്യുന്ന, ഖബറിൽ നമുക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹദിയ ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ, ഭാര്യമാരുടെ കൂട്ടത്തിൽ, ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ ആലോചിക്കത് വല്ലാത്തൊരാശ്വാസവും അത് വല്ലാത്ത ഒരു കൺകുളിർമയാകും. അതാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. അല്ലാഹുവേ, ഭാര്യയിലൂടെ ഭർത്താവിലൂടെ മക്കളിലൂടെ കൺകുളിർമ വേണം. ഒന്ന് ദുനിയാവിൽ തന്നെയാണ്, പ്രത്യേകിച്ച് മരണഘട്ടത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി മരിച്ച് ഖബറിലെത്തിയാലോ? മരണപ്പെട്ട് ഖബറിലെത്തിയാലും ഇങ്ങനെയുള്ള ബന്ധം കൊണ്ട് നമുക്ക് ഖബറിൽ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കണം. വഫീ ഖബരിഹി ഐലാ, ഖബറിലും ഈ ഭാര്യയെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാവണം. എന്നാലേ നമ്മുടെ ജീവിതം മുതലാകൂ. കുടുംബജീവിതം നയിച്ചത് ആഖിറത്തിലേക്കും കൂടെ ഫലവത്താവുകയാൽ മാത്രമേ നമുക്ക് മുതലാകൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ മരിച്ചു കഴിഞ്ഞു, കെട്ടിപ്പൊതിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി താഴ്ത്തി, എല്ലാം കഴിഞ്ഞു. പിന്നെ വാപ്പാക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടെന്താ, ഉമ്മക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടെന്താ, അങ്ങനെ ഒരു വിചാരമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അള്ളാഹുവേ, മക്കളെ കൊണ്ട് ആഖിറത്തിൽ ഈ കൺകുളിർമ കിട്ടാത്ത ഭാഗ്യം കെട്ടവരായി നമ്മൾ മാറുമല്ലോ. അള്ളാഹു കാക്കട്ടെ. അങ്ങനെയൊക്കെ വേദനിക്കുന്ന മനസ്സുമായി കഴിയുന്ന ഉമ്മമാരുണ്ട് കേട്ടോ. ഉസ്താദേ, എൻ്റെ മോന് നല്ല ഉഷാറായിരുന്നു, നാട്ടിലുള്ള പള്ളിയുമായി മദ്രസയുമായി ദീനീ സംഘടനയുമൊക്കെയായി നല്ല ബന്ധമായിരുന്നു. പിന്നെ ഗൾഫിലേക്ക് അങ്ങ് പോയതിന് ശേഷം അവിടെയുള്ള ചില കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ ഓന് മൗലൂദ് വേണ്ട, പിന്നോന് മൗലീദ് പാരായണം ചെയ്യൂല, പിന്നോന് നബിദിനാഘോഷത്തോട് താല്പര്യമില്ല, പിന്നെ മഹാന്മാരുടെ മക്ബറയിലേക്ക് പോകാൻ അവന് താല്പര്യമില്ല. പിന്നെ അങ്ങനെയുള്ള മഹിതമായ കാര്യങ്ങളോടൊക്കെ ഒരുതരം അറുപ്പും വെറുപ്പും അകൽച്ചയുമാണ്. ഒക്കെ പേടിയാണ്. ഞാൻ മരിച്ച് ഖബറിലെത്തിയാൽ എൻ്റെ മോനെ കൊണ്ടൊന്നും ഖബറിൽ ഒരു ഗുണവും കിട്ടൂല എന്നുള്ള പേടിയുണ്ടെന്ന് പറയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അങ്ങനെയൊക്കെ ചില വിചാരമുള്ള ചില ആളുകളുണ്ട്. സൗദിയിലേക്കൊക്കെ പോയി അവിടെയുള്ള ചില രംഗങ്ങൾ കണ്ടിട്ട് അതന്നെയാണ് ശരി, അതിനപ്പുറം ഒന്നുമില്ല. എന്നാ വല്ല വിവരമുണ്ടായിട്ടാണോ? അതൊന്നുമല്ല. അതേക്കുറിച്ച് പഠിച്ചത് കൊണ്ടോ കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടത് കൊണ്ടോ ഒന്നുമല്ല. അവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് ബിദ്അത്ത് ഒരു ഫാഷനായി മാറുന്നത് ആഖിറുസ്സമാന്റെ അലാമത്താണ്. അങ്ങനെ ബിദ്അത്തിനോട് മനസ്സിലൊരു ഇഷ്ടം തോന്നുക, ബിദ്അത്ത് ഒരു ഫാഷനായി മാറുക, ഇത് മിൻ അലാമാത്തിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടെയും സത്യമെന്തെന്ന് ഉൾക്കൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരൊക്കെ ഖബറിലെത്തിയാലും നമ്മളെ കൊണ്ട് ഖബറിൽ അവർക്ക് സന്തോഷം കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, മക്കളെയൊക്കെ പരമാവധി നല്ല നല്ല ദീനീ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ചേർക്കണം, ദീനീ സ്ഥാപനത്തിൽ അവരെ ചേർത്ത് പഠിപ്പിക്കണം. ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് നൽകിക്കോളൂ, ഒപ്പം മതവിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കണം. എന്തേ കാര്യം എന്നറിയോ? ദുനിയാവിൽ മാത്രം നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി നമ്മളുടെ മക്കൾ മാറരുത്. മരണപ്പെട്ട് ഖബറിലെത്തിയാലും നമ്മളെ ഓർക്കുന്ന, ഖബറിൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മക്കളായി മാറണം.
അപ്പോഴേ ബാപ്പാക്കും ഉമ്മാക്കും ആ മക്കളെ കൊണ്ട് വേണ്ട വിധം ഉപകാരം ഉണ്ടാവും. ദുനിയാവൊക്കെ സഹോദര സഹോദരി എങ്ങനെങ്കിലും കണ്ട് കഴിയും. പക്ഷെ ആഖിറത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഒരു ദിവസം ഹബീബായ നബിയുടെ ഹളറത്തിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോഴാണ് ഹബീബിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ പറഞ്ഞു, നബിയേ മാതാബി വ ഉമ്മീ, എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് നബിയേ, അവരിന്ന് ഖബറിലാണ് നബിയേ. എന്നിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, ഹൽ ബഖിയ അലയ്യ മിൻ ബിർരി അബവയ്യ ശൈഉൻ അബുറുഹുമാ ബഅദ മൗതിഹിമാ യാ റസൂലല്ലാഹ്. ആ മരണപ്പെട്ട മാതാപിതാക്കളോട് ഇനി വല്ല ബാധ്യതയും എനിക്കുണ്ടോ? പോയില്ലേ, കഴിഞ്ഞില്ലേ, ഖബറിലെത്തിയില്ലേ. ജീവിച്ചിരിക്കുമ്പോ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ കുറെ ബാധ്യത ഉണ്ട്, ശരിയാണ്. അവര് മരിച്ച് ഖബറിലെത്തി, ഇനിയിപ്പോ വല്ല ബാധ്യതയുണ്ടോ നബിയെ? ഉടനെ ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മറുപടി, നഅം, ഉണ്ട് സഹോദരാ, ഉണ്ട്. ബാപ്പയും ഉമ്മയുമൊക്കെ മരണപ്പെട്ട് ഖബറിലെത്തിയാലും അവരോട് ബാധ്യതയുണ്ട്. ഖിസാലുൻ അർബഅ, 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ ബാധ്യതയായി നീയുള്ള കാലത്തോളം ബാക്കിയാകും. അയാൾ ചോദിച്ചു, മരണപ്പെട്ട ഉമ്മയോട് ഉപ്പയോട് എന്ത് ബാധ്യതയാണുള്ളത് നബിയെ? ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ. ഒന്നാമതായി നിന്റെ വാപ്പാക്കും നിന്റെ ഉമ്മാക്കും വേണ്ടി നന്നായി ദുആ ചെയ്യുക, പാപമോചനം തേടുക. ഖബറിൽ അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നീയുള്ള കാലത്തോളം ചെയ്തിരിക്കണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് സഹോദരാ നിന്റെ ബാധ്യതയാണ്. രണ്ടാമത്തേത് വഇൻഫാദു അഹദിഹിമാ, അവരുടെ കരാറുകൾ പൂർത്തീകരിക്കലാൻ. അവരേറ്റെടുത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണാനന്തരം അത് പെട്ടെന്ന് മക്കൾ പൂർത്തീകരിക്കുക. നമ്മുടെ ഈ ക്ലാസ്സിലൊക്കെ പലപ്പോഴും ഇന്നടക്കം ചില ആളുകൾ ചില സംഖ്യ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. എന്നിട്ട് പറയും, ഉസ്താദെ റമളാനിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ പഠിക്കുന്ന വാഫി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ചെലവിന്റെ കാര്യം, ബാപ്പത് ഏറ്റെടുത്തിരുന്നു. എത്തിയും കുട്ടികൾക്ക് വേണ്ടിയ ചെലവിന്റെ കാര്യം അത് ബാപ്പ ഏറ്റെടുത്തിരുന്നു, പക്ഷെ ബാപ്പാക്കത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിവരം ബാപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബാപ്പ മരിച്ചുപോയി. ഇത് വാപ്പ ഏറ്റ സംഖ്യ, ഇത് വാപ്പ ഏറ്റ സംഖ്യയാണ്. അപ്പൊ അത് ബാപ്പയുടെ ഒരു കരാറ് പൂർത്തീകരിക്കലാണ്, ബാപ്പ ഏറ്റെടുത്ത ഒരു കാര്യം പൂർത്തീകരിക്കലാണ്. ആ ബാപ്പയുടെ കരാറുകൾ പൂർത്തീകരിക്കുക എന്നത് മക്കളുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അല്ലാതെ ഞാൻ അറിയൂല, എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല, ബാപ്പ ഏറ്റതല്ലേ എന്ന് പറയല്ല ചെയ്യേണ്ടത്. നാട്ടിലുള്ള പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് വാപ്പയോട് പറഞ്ഞു, നിങ്ങള് ഈ വിഷയത്തിലൊന്ന് കാര്യമായിട്ട് സഹകരിക്കണം. വാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, നിങ്ങൾ പണി തുടങ്ങിക്കോളൂ, 1 ലക്ഷം റുപ്യ എന്റെ വക ഞാൻ തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു. പിന്നെ സ്വത്തിന്റെ അവകാശി ബാപ്പല്ലല്ലോ, മക്കളല്ലേ അവകാശികള്. ബാപ്പാന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുന്നോടിയായി മൂത്ത മകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മക്കൾ വന്നിട്ട് പറഞ്ഞു, ബാപ്പാക്ക് വല്ല ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, എന്നെ സമീപിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ആശ്വാസമായി, സമീപിച്ചാ മതിയല്ലോ, കിട്ടുമല്ലോ. അപ്പാന്റെ മയ്യത്തൊക്കെ മറവ് ചെയ്ത് അങ്ങനെ സന്ദർഭം പോലെ ആ വിഷയം ചോദിക്കുമ്പോ പലപ്പോഴും അവിടെ അത് പൂർത്തീകരിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. 1.5 ലക്ഷോ 1 ലക്ഷോ അതൊന്നും ഞങ്ങളറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന രീതിയുണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞ സംഗതികളുണ്ട്. മക്കൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. ബാപ്പാന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞതായിരുന്നു, പള്ളിയത്ത് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു, ബാപ്പാക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ബാധ്യതകൾ സാമ്പത്തികമായി ഉണ്ടെങ്കിൽ മൂത്ത മകൻ ഇന്നാലിന്നയാൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ബാപ്പ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് തരാനുണ്ടായിരുന്നു, ഞാൻ തരും എന്ന് തീർത്ത് പറയുകയും ചെയ്തിരുന്നു. വിവരം മകനോട് ചെന്ന് പറഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് പറഞ്ഞപ്പോൾ തലാട്ടിയ സ്വഭാവം ഉണ്ടല്ലോ, അതല്ല പിന്നെ മകനിൽ കണ്ടത്. ബാപ്പയുടെ മുന്നിൽ മകൻ ഏറ്റെടുത്തു, അൽഹംദുലില്ലാ ബാപ്പ കഴിച്ചില്ല എന്ന് വിചാരിക്കുക. ഈ മകൻ എങ്ങനെ കഴിച്ചില്ലാവും? അതുകൊണ്ട് കരാറ് ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കേണ്ടത് മക്കൾക്ക് മാതാപിതാക്കളോട് മരണാനന്തരമുള്ള രണ്ടാമത്തെ ബാധ്യതയാണ്. ബാപ്പയുടെയും ഉമ്മയുടെയും കൂട്ടുകാരികളെ ബഹുമാനിക്കുക, അതും പ്രധാനപ്പെട്ട സംഗതിയാണ്. ബാപ്പയുടെ അതേ പ്രായത്തിൽ ബാപ്പാന്റെ ഉറ്റ ചങ്ങാതിമാരുണ്ടാകും. ബാപ്പ മരണപ്പെട്ടാൽ ബാപ്പ ജീവിത കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ബാപ്പയുടെ സ്നേഹിതന്മാരെ പരിഗണിച്ചിരുന്നോ അതേ പ്രകാരം മരണാനന്തരം ആ സ്നേഹിതന്മാരെ മക്കൾ പരിഗണിക്കണം. വീട്ടിലൊക്കെ വല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ ബാപ്പ അവരെ ക്ഷണിച്ചിരുന്നെങ്കിൽ പരമാവധി കഴിയുമെങ്കിൽ ബാപ്പയെ പരിഗണിച്ച് ബാപ്പയുടെ സ്നേഹിതന്മാർക്ക് പരിഗണന കൊടുത്ത് അവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ മക്കൾ ശ്രദ്ധിക്കണം. അതൊക്കെ അവരോടുള്ളൊരു ബാധ്യതയാണ്. മല്ലം യുക്രിം സ്വദീഖ അബി അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഒരാൾ തന്റെ ബാപ്പയുടെ ചങ്ങാതിയെ ബഹുമാനിച്ചില്ലെങ്കിൽ, ആദരിച്ചില്ലെങ്കിൽ, അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ നൂറ്, ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു കെടുത്തി കളയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവും ബഹുമാനവും ഒക്കെ പൊതുവെ കുറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബാപ്പാനോട് തന്നെ ബഹുമാനമില്ല, അതല്ലേ ബാപ്പാന്റെ ചങ്ങാതിമാരോട്. എന്നാൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒന്ന് കേൾക്കന്റെ സഹോദര സഹോദരി, മുത്ത് റസൂൽ പറഞ്ഞതാണ്. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മൻ ഒരുത്തൻ ലം യുക്രിം, ആദരിച്ചില്ല ബഹുമാനിച്ചില്ല ആരെ? സ്വദീഖ അബീഹി, അവന്റെ ബാപ്പയുടെ ചങ്ങാതിയെ, കൂട്ടുകാരനെ, എന്നാൽ തന്നെ അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ നൂറ്, ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു കെടുത്തി കളയുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. എന്തേ പറഞ്ഞെന്ന് മനസ്സിലായോ? നിന്റെ ബാപ്പാന്റെ ചങ്ങാതിയുടെ മുന്നിൽ വെച്ച് നീ വലിയ ഒച്ചത്തിൽ സംസാരിച്ചു, നീ കൂക്കി വിളിച്ചു, അയാളെ അവഗണിച്ചു. എന്നാൽ നിന്റെ കൽബിന്റെ ഉള്ളിൽ നിന്ന് ഈമാന്റെ നൂർ അല്ലാഹു കെടുത്തിക്കളയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് ഖബറിലെത്തിയാലും അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അവരുടെ സ്നേഹിതന്മാരെ, സ്നേഹിതകളെ ആദരിക്കുക, ബഹുമാനിക്കുക, പരിഗണിക്കുക. 3 പറഞ്ഞു. ബാപ്പയും ഉമ്മയും മരണപ്പെട്ട് ഖബറിലെത്തിയാലും 4 ബാധ്യതകൾ അവരോട് ബാക്കിയാകുമെന്ന് പറഞ്ഞതിൽ 3 പറഞ്ഞു. 4-ാമത്തേത് വസിലത്തുർ റഹീം അല്ലതീ ലാ സിലത ലക ഇല്ലാ മിൻ ഖിബലിഹിമാ. ഉമ്മ വഴിക്ക് ബാപ്പ വഴിക്കുണ്ടായ കുടുംബ ബന്ധമില്ലേ, അവർ മരണപ്പെട്ടാലും ആ ബന്ധത്തിന് വില കൽപ്പിക്കുകയും അത് ചേർക്കുകയും ചെയ്യുക. ഇതൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ട് ഖബറിലെത്തിയാലും അവരോടുള്ള ബാധ്യതയാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ പറഞ്ഞു, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ. ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, മക്കളിലൂടെ കൺകുളിർമ തരണേന്ന് പറഞ്ഞാൽ ആ കൺകുളിർമ ദുനിയാവിൽ കിട്ടണം, പ്രത്യേകിച്ച് മരണത്തിന്റെ ഘട്ടത്തിൽ കിട്ടണം. നമ്മൾ മരണപ്പെട്ട് ഖബറിലെത്തിയാലും ആ സന്തോഷം നമുക്ക് കിട്ടണം, മഹ്ശറയിൽ കിട്ടണം, സ്വർഗത്തിൽ കിട്ടണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വരും ക്ലാസ്സുകളിൽ നാളെ നമ്മൾ വിശദീകരിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നേരാവണ്ണം ഉൾക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും സംതൃപ്തിയോടുകൂടെ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മളെ വേട്ടയാടുന്ന എന്തെല്ലാം പൈശാചിക ഷർറുകളുണ്ടോ, സിഹറിന്റെ കെണികളുണ്ടോ, മറ്റുള്ള ഉപദ്രവങ്ങളുണ്ടോ, എല്ലാ തരത്തിലുള്ള ഫിത്നയെ തൊട്ടും ഫിത്നകളെ തൊട്ടും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ യാ റബ്ബി യാ അല്ലാഹ് എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ
നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈത്താന്റെ ചതിയിൽ നിന്ന് അല്ലാഹു പൂർണ്ണമായ സലാമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ സംരക്ഷണം ആഗ്രഹിച്ച് എല്ലാ അർത്ഥത്തിലും ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് യാ റബ്ബി യാ അല്ലാഹ് എന്ന ദിക്ർ ആവർത്തിച്ച് നമ്മൾ ചൊല്ലിയത്. ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 313 തവണ ആ ദിക്ർ ചൊല്ലിയിട്ട് വേണം സഹോദരാ സഹോദരി നമുക്ക് ദുആ ചെയ്യാൻ. നിങ്ങൾ എല്ലാവരും അതിലുണ്ടാവണം. വേണ്ടപ്പെട്ടവരിലേക്ക് നന്മ നിങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരെ ഈ നന്മയിൽ നിങ്ങൾ പങ്കാളികളാക്കണം. അള്ളാഹ്ക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്കും ഖൈറ് കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അതൊക്കെയും നമുക്ക് മുതൽക്കൂട്ടാകും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. നാളത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ആ മഹത്തായ സ്വലാത്തു തിബ്ബ് 44 തവണ ചൊല്ലി വരാൻ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗിദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാ കണ്ണേറിൻ്റെയും എല്ലാ മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെയും മോചനം പ്രതീക്ഷിച്ച് ഹബീബായി നബിയുമായി ആത്മീയ ബന്ധം രൂഢമൂലമാകണമെന്ന നീയത്തോടുകൂടെ സ്വലാത്തിന്റെ സന്തോഷവും ആനന്ദവും നമുക്കും കുടുംബത്തിനും കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ നമ്മളുടെ കുടുംബം നല്ല സന്തോഷങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാകുന്ന കുടുംബമാകണമെന്ന ആ വലിയ ആഗ്രഹത്തോടുകൂടെ 44 തവണ ഏത് സ്വലാത്താ ചൊല്ലാൻ പറഞ്ഞ്? സ്വലാത്തു തിബ്ബ് മറക്കണ്ട. സ്വലാത്തു തിബ്ബ് ഇൻഷാ അല്ലാഹ് നാളെ മജ്ലിസിൽ നമുക്കത് ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു കുടുംബത്തിലെ സന്തോഷങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാ ബറക്കത്തും സലാമത്തും ഹിദായത്തും അല്ലാഹു നമുക്കൊക്കെയും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇതിൽ സംഗമിക്കണം. ഇതിൽ വലിയ ഒരു നേട്ടം നമുക്ക് കിട്ടണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹദ്ദാദ് റാത്തീബിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ذا الجلال والإكرام يا متنا على دين الإسلام يا ذا الجلال والإكرام يا متنا على دين الإسلام يا ذا الجلال والإكرام يا متنا على دين الإسلام يا ذا الجلال والإكرام يا متنا على دين الإسلام يا ذا الجلال والإكرام يا متنا على دين الإسلام يا ذا الجلال والإكرام يا متنا على دين الإسلام يا ذا الجلال والإكرام يا متنا على دين الإسلام يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا
استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا فاعلم أنه لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم شرف وكرم ومجد وعظم رضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي بعلى أصوله وفروعه وكافة ساداتنا أهل بعلبه إن الله يعلي درجاتهم وينفعنا بهم بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى حضرة واحد من ساداتنا الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاتهم وينفعنا بهم بعلومهم وأسرارهم ويلحقنا بهم في خير ولطف وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. لصاحب الراتب الكبير القطب الشهير الحبيب عبد الله بن علوي الحداد بعلوي رضي الله عنه وأصوله وفروعه بأن الله يعلي درجاتهم في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. لكافة عباد الله الصالحين ولوالدينا ولكافة المسلمين إن الله يغفر لكم ويرحمكم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. وإلى حضرة النبي محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأولادنا وأموالنا وأهلنا وأصحابنا وأحيانا من كل محنة وفتنة وبؤس وضير إنك ولي لكل خير ومتفضل بكل خير ومعت لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا حي يا قيوم احيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم احيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا.
يا حي يا قيوم حي القلوب تحيا واصلح لنا الأعمال في الدين والدنيا صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ചൊല്ലിയ ഹദ്ദാദ് റാത്തീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇഹപര വിജയം അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ. എല്ലാ വിജയത്തിൻ്റെ വഴികളും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഖൈറായതൊക്കെയും അള്ളാഹു നമ്മിലേക്ക് അടുപ്പിക്കട്ടെ. ഖൈറായതിലേക്കൊക്കെയും അള്ളാഹു നമ്മളെയും അടുപ്പിക്കട്ടെ. ഷർറായതിൽ നിന്നൊക്കെയും അള്ളാഹു കാവൽ നൽകട്ടെ. ഷർറായതിൽ നിന്ന് അള്ളാഹു നമ്മളെ അകറ്റട്ടെ. ഷർറുകൾ നമ്മളിൽ നിന്നും അള്ളാഹു അകറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, യാ റബ്ബി യാ അള്ളാഹ് എന്ന ദിക്ർ ഇൻഷാ അള്ളാഹ് ഒരു 313 തവണ നമുക്കൊന്നിച്ച് ചൊല്ലാം. എന്നിട്ട് ദുആ ചെയ്യാം. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം, ഇന്ന് വെള്ളിയാഴ്ച ഇൻഷാ അള്ളാഹ് മഗ്രിബിന് ശേഷം 8 മണിയോടുകൂടെ കൊടികുത്തിപ്പറമ്പ് യത്തീംഖാനയിൽ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓൺലൈനായി വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം നുസ്രത്തുൽ ഇസ്ലാം യത്തീംഖാനയുടെ നുസ്രത്തുൽ ഇസ്ലാം യൂട്യൂബ് ചാനലിലൂടെയും പരിപാടി സംപ്രേഷണം ചെയ്യും. അതൊക്കെ ഓരോ അനുഗ്രഹീതമായ ചില പ്രത്യേക മജ്ലിസുകളാണ്. കഴിയുന്നവരൊക്കെ അതിൽ സംബന്ധിക്കാൻ ശ്രമിക്കണം. സൂറത്തു തക്കാസുറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ വിശദീകരണം തുടങ്ങിയിട്ടുള്ളത്. ഒരായത്ത് ഒരാൾ പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മുത്ത് റസൂൽ പറയുന്നുണ്ട്, അബൂദർറെ ലഅം തഗ്ദുവ വതതഅല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ 100 റക്അ. അബൂദർറെ, നീ പോയിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് നന്നായി പഠിക്കുന്നതാണ് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ച് പ്രാർത്ഥന നടത്തുന്ന അനുഗ്രഹീത മജ്ലിസിൽ കഴിയുന്നവരൊക്കെ നിങ്ങൾ സംബന്ധിക്കണം. ഇൻഷാ അള്ളാഹ് നമുക്ക് കൂട്ടമായ വിടന്ന് ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖൈറിന്റെ മജാലിസിലൊക്കെ സംബന്ധിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. 8 മണിയോടുകൂടെ നമ്മുടെ പരിപാടിക്ക് ആരംഭം കുറിക്കും. കഴിയുന്നവരൊക്കെ സംബന്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. യാ റബ്ബി യാ അല്ലാഹ് എന്ന ദിക്ർ 313 തവണ ഇൻഷാ അല്ലാഹ് കൂട്ടമായി ഒന്നായി നമുക്ക് ചെല്ലാം. അത് ലക്ഷങ്ങളായിരിക്കും. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ കൂടി എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. മക്കളെയൊക്കെ പരമാവധി ഇതിൽ പങ്കാളികളാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിൻ്റെയൊക്കെ ഒരു ഖൈർ നമ്മളെ കുടുംബത്തിൽ അല്ലാഹു നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റബ്ബി യാ അല്ലാഹ് 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 يا ربي يا الله 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 يا ربي يا الله
يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله
يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله
يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله അല്ലാഹുവേ ഞങ്ങളുടെ തേട്ടങ്ങൾ കബൂലാക്കണമേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള മജാലിസിൽ ഈ മുബാറക്കായ മജ്ലിസിനെ ഉൾപ്പെടുത്തണമേ അല്ലാ. മുത്ത് റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞതാണ്, ആയിഷ റബ്ബേ 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 എന്ന് വിളിച്ച് ദുആ ചെയ്താൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് മുത്ത് റസൂലിന്റെ വാക്കാണ്. ഇന്നലെയും ഇന്നുമൊക്കെയായി റബ്ബേ ഞങ്ങൾ വിളിച്ചു വരുന്നതാ വചനമാണ്. കബൂലാക്കണമേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കണമേ അല്ലാ. കാമിലായ ഈമാൻ കൊണ്ട് നിറക്കണമേ അല്ലാ. കൽബ് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും റാഹത്ത് കൊണ്ടും നിറക്കണമേ അല്ലാ.
കുടുംബത്തിലൊക്കെ വലിയ സന്തോഷവും സമാധാനവും സലാമത്തും നൽകണമേ തമ്പുരാനെ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് കാവൽ നൽകണമേ അല്ലാ. ഐനീങ്ങളുടെ ഐനിൻ്റെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാ. മുഫ്തിനീങ്ങളുടെ ഫിത്നയിൽ നിന്ന് ഫസാദിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ശാരീരികമായി മാനസികമായി പൈശാചികമായി എന്തെല്ലാം രോഗങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നുവോ ഈ പവിത്രമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഹദ്ദാദ് റാത്തീബിന്റെ ഫള് കൊണ്ട് ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെയും പരിഹരിച്ച് സലാമത്ത് നൽകണമേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ ഏതൊക്കെ മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഞങ്ങളോട് ഏൽപ്പിച്ചുവോ ആ മുഅ്മിനീങ്ങളുടെ ഖബറിലേക്ക് ഇതിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ.